ഇതേതാ സ്ത്രീ എന്ന് നോർമലി സത്യമല്ലേ, ഇതേതാ സ്ത്രീ എന്നൊന്ന് പറഞ്ഞു തന്നാൽ മതി. അപ്പോൾ അത് പറഞ്ഞാൽ അങ്ങനെ ഒരു ഭരണഘടന ഒരു പിന്നെ ഭാരതാമ്മേനെ അംഗീകരിക്കാൻ പറഞ്ഞാൽ പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ അതൊന്ന് പറഞ്ഞു തന്നാൽ ഈ സ്ത്രീ ഏതാണെന്ന് പറഞ്ഞു തന്നാൽ പ്രശ്നം തീർന്നു. ക്ലാരിറ്റിയോടുകൂടി പറഞ്ഞു തരിക. ഇതേതാ ഈ പിന്നെ ഭൂപടം എന്ന് പറഞ്ഞു തന്നാൽ മതി. ഇന്ത്യയുടെ ഭൂപടം നമ്മൾ പഠിച്ചത് അങ്ങനെയല്ല. നമ്മൾ 7ാം ക്ലാസ്സിൽ 6ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഇന്ത്യയുടെ ഭൂപടം പരീക്ഷ എഴുതിയിട്ടാണ് പുറത്തേക്ക് വരുന്നത്. അത് കാണാപ്പാടം വരച്ചിട്ട് മാർക്ക് മേടിക്കണം അല്ലേ? എല്ലാ പരീക്ഷയിലും ഒരു ഇന്ത്യയുടെ ഭൂപടം ഉണ്ടാവും. ഞാൻ ഈ ഭൂപടം നമ്മൾ എഴുതിക്കാണ്ട് വരച്ചതൊന്നും നമ്മൾ കണ്ടിട്ടില്ല. നമ്മൾ പഠിച്ച അതിന് ശേഷം ഭൂപടം മാറിയെന്ന് പറയാം. ഇപ്പോൾ നേപ്പാളും പിന്നെ ഭൂട്ടാനും അഫ്ഗാനിസ്ഥാനൊക്കെ കൂടിയ ഭൂപടമാണോ നമ്മുടെ കയ്യിലുള്ളത്? അപ്പോൾ ഇത് വിശ്വസിച്ചോണം നിങ്ങൾ. ഇന്തോനേഷ്യ, ഫിലിപ്പൈൻസ് അങ്ങനെയാണ്. ഇതൊക്കെ ഉണ്ട്. 14 രാജ്യമല്ലേ? എത്രയാ? 11 രാജ്യം. അപ്പോൾ ഇത് നിങ്ങൾ വിശ്വസിച്ചോണം. ഇതിങ്ങനെയാണ്. ഇത് നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് ഇവിടെ സാമാന്യ ബുദ്ധിയോടുകൂടി ജീവിക്കാം. അല്ലാത്തവരൊക്കെ നിങ്ങൾ പൊട്ടന്മാരാണ്. നിങ്ങൾക്ക് ഭരണത്തെക്കുറിച്ച് ധാരണയില്ല, നിങ്ങൾക്ക് വിദ്യാഭ്യാസമില്ല. ഇവിടെ ഇത് പാലക്കാട് സൊമാലിയേക്കാൾ നല്ല രാജ്യമായിരുന്നു ഇത് കേരളം എന്ന് പറയുന്നത്. അപ്പം ഒരു പ്രാവശ്യം ഉപമിച്ചത് സൊമാലിയനോടാണ്. മനസ്സിലായില്ലേ? ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിൽ സാക്ഷരതയിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം ഏതാ? കേരളമല്ലേ? വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ഏതാ? സംസ്ഥാനം ഏതാ? കേരളമല്ലേ? അവിടെയാണ് വന്നിട്ട് പറയുന്നത് എന്താ അറിയോ? നിങ്ങൾക്കൊന്നും വിദ്യാഭ്യാസമില്ല, നിങ്ങൾക്കൊരു ബോധമില്ല, നിങ്ങൾക്കൊരു ഭരണഘടന ധാരണയില്ല. ഞങ്ങൾ പറയുന്നതാണ് ഭരണഘടന, ഞങ്ങൾ പറയുന്നതാണ് പിന്നെ ഭാരതാംബ, ഞങ്ങൾ പറയുന്ന കൊടിയാണ് ഭാരതത്തിൻ്റെ കൊടി, ഞങ്ങൾ പറയുന്നതാണ് ഭാരതത്തിൻ്റെ ഭൂപടം. ഇതൊക്കെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ?